നമസ്തേ, കഥകളതിസാഗരത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥ തച്ചോളി മാണിക്കോത്ത് ഉദയനക്കുറുപ്പിൻ്റെ ജീവിതത്തിലെ വീരശൂര പരാക്രമിയായ ഉദയനനാണ് ഈ കുട്ടി മുളയിലറിയാം വിള എന്ന് പറയുന്നൊരു കഥയാണ്. മുളയിലറിയാം വിള എന്ന് പറഞ്ഞാൽ ഒരു വലിയ വൻ വൃക്ഷത്തിൽ എന്തുമാത്രം വിളവും ഉണ്ടാകുമെന്ന് ബുദ്ധിസാമർഥ്യമുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയും. എങ്ങനെ? ആ ചെടിയുടെ വളരെ ചെറുപ്രായത്തിൽ, അതാണ് അത് മുളച്ച് വരുമ്പോൾ നല്ല കരുത്തോടെ, നല്ല ശൗര്യത്തോടെ ധാരാളം വളങ്ങൾ കിട്ടുകയാണെങ്കിൽ അതൊക്കെ വലിച്ചെടുത്ത് നല്ല വളർച്ചയോടെ പൂക്കുകയും കായ്ക്കുകയും ഫലം തരികയും ചെയ്യുന്നൊരു വൃക്ഷമായി മാറും. ആ മുള വരുന്നത് കണ്ടാൽ അറിയാം. അതുപോലെയാണ് തച്ചോളി മാണിക്കോത്തെ ഉദയനക്കുറുപ്പിൻ്റെ കുട്ടിക്കാലത്തെ ഒരു സംഭവം. ആ സംഭവം ഞാനൊന്ന് പറയാൻ പോണത്, തച്ചോളി മാണിക്കോത്ത് കുടുംബത്തിൻ്റെ കിഴക്കേ പറമ്പ് ഒരു തെങ്ങുംതോപ്പാണ്. ആ തെങ്ങുംതോപ്പ് അന്ന് കാലത്തെ രീതി അനുസരിച്ച് എങ്ങനെയാ വെച്ചാൽ, തെങ്ങുംതോപ്പ് വീട്ടുകാർക്ക് ആവശ്യത്തിനുള്ള ഒരു പതിവ് പ്രകാരമുള്ള അമ്മാവന്മാരൊക്കെ ഭരിക്കണ കാലം. അപ്പോൾ കുടുംബത്തിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കുറേ തേങ്ങ കൊടുക്കും. ബാക്കി തേങ്ങയൊക്കെ പറിച്ച് മൊത്തം വരുമാനമായിട്ട് ഒരാണ്ടത്തേക്ക് എപ്പോഴും കൃഷിക്ക് അങ്ങനെ കൊടുക്കുന്നുണ്ടല്ലോ. നെല്ല് മുഴുവൻ പാടം ഒന്നായി വിൽക്കും, പറമ്പ് മുഴുവൻ അടയ്ക്ക വിൽക്കും, തേങ്ങ വിൽക്കും. അങ്ങനെ അതുപോലെ തേങ്ങ വിറ്റുപോയിരുന്നൊരു കാലമാണ്. അത് വാങ്ങിച്ചിരുന്ന വലിയൊരു പ്രഭുവാണ്. ആ പ്രഭുവിൻ്റെ ആൾക്കാർ വന്ന് തേങ്ങ പറിച്ചുകൊണ്ടിരിക്കും. അപ്പം മുറപ്രകാരം, അതായത് ഒരു തവണ തേങ്ങ പറിക്കുമ്പോൾ മാണിക്കോത്ത് കുടുംബത്തിലേക്ക് കുടുംബാവശ്യത്തിനായിട്ട് ഇത്ര തേങ്ങ കൊടുക്കുക എന്നൊരു നിശ്ചിത എണ്ണമുണ്ട്. ആ തേങ്ങ കൊടുക്കും. പണിക്കാർ തന്നെ, ഇടുന്നവർ തന്നെ, പണിക്കാർ തന്നെ അവരുടെ മുറ്റത്ത് കൊണ്ടിട്ട് കൊടുക്കും. തേങ്ങ കൂട്ടി കൊണ്ടിട്ട് കൊടുക്കും. തേങ്ങാക്കൂടെന്ന് പറയണത് ചുമരുകളൊന്നും ഉണ്ടാവില്ല, ഇങ്ങനെ അഴി എറിഞ്ഞിട്ടുള്ള ഒരു ഇത് തുറന്നിട്ടാൽ അതിലേക്ക് ഇടും. അങ്ങനെ കിഴക്കേ പറമ്പിൽ തേങ്ങ പറിക്കാൻ ആൾക്കാർ വന്നു, പ്രഭുവിൻ്റെ ആൾക്കാർ വന്നു. അപ്പം അതൊന്നും നോക്കി നിൽക്കാൻ വേണ്ടി പ്രഭു കുടുംബത്തിൽ നിന്നും ഒരാൾ വരാറുണ്ട്. അച്ഛനോ അച്ഛൻ്റെ അനിയന്മാരോ അല്ലെങ്കിൽ മക്കളാരെങ്കിലും ഉണ്ടെങ്കിൽ അവരോ ആരെങ്കിലും ഉടമസ്ഥരെ വന്ന് പറപ്പിക്കണു എന്നുള്ള നാട്യത്തിൽ പണിക്കാരൊക്കെ വന്നു. തെങ്ങമ്മ കാരണവരൊക്കെ കയറി തേങ്ങയൊക്കെ ഇട്ടു. കൂടെ വന്നേക്കേണ്ട സ്ത്രീകളായ ജോലിക്കാരൊക്കെ അത് പറക്കി കൂട്ടിയിടുന്നു. ഓരോ ദിക്കിലെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആദ്യമായിട്ട് സാധാരണ അപ്പോൾ വീടിനോട് അടുത്ത് നിൽക്കുന്ന ഭാഗത്തെ തേങ്ങ പറിക്കുമ്പോൾ മാണിക്കോത്ത തേങ്ങാക്കൂട്ടിലേക്കുള്ള തേങ്ങ അങ്ങ് കൊണ്ടിടും. അന്ന് കൊണ്ടിടാൻ പോയി കഴിഞ്ഞപ്പോൾ അന്ന് വേണ്ട, തേങ്ങ കൊണ്ടുപോണ്ട എന്നൊരു ശബ്ദം കേട്ടു. അന്ന് അവിടെ ഉടമസ്ഥനായി വന്നിരുന്ന ആളുടെ കൽപ്പനയാണത്. കൊടുക്കണ്ടെന്ന് തമ്പുരാൻ പറഞ്ഞാൽ പിന്നെ കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് കൊടുത്തില്ല. അപ്പോൾ എഴുതാനായിട്ട് മതിലൂർ ഗുരുക്കളുടെ അടുത്ത് വിദ്യാഭ്യാസത്തിന് പോയിരിക്കുകയായിരുന്നു കോമപ്പക്കുറുപ്പ്, ഉദയനക്കുറുപ്പ്. അവർ എഴുത്തും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ, ഭവനത്തിൽ വന്നപ്പോൾ തേങ്ങ പറിക്കുന്നുണ്ട് പറമ്പിൽ, കിഴക്കേ പറമ്പിൽ. പക്ഷേ നമുക്ക് വിഹിതമായിട്ട് കിട്ടാറുള്ള, വീട്ടാവശ്യത്തിനായിട്ട് കിട്ടാറുള്ള തേങ്ങ ഒന്നും വന്നില്ല. അപ്പോൾ അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, എന്താണ് അപ്പോൾ തേങ്ങയൊന്നും വന്നില്ല, എന്നാൽ ഞാൻ പോയി അന്വേഷിക്കാം എന്ന് പറഞ്ഞ് നോക്കാമെന്ന് പറഞ്ഞ് ഉപ്പാട്ടിയമ്മേ അപ്പോൾ അത് കുട്ടികളെയും കത്തിരിക്കായിരുന്നു. പറമ്പിലേക്ക് പോയി. എന്താ അപ്പം തേങ്ങ എടുത്തുകൊണ്ട് പോരാലോ എന്ന് വിചാരിച്ച് അവിടെ ചെന്ന് തേങ്ങ എടുക്കാൻ തുടങ്ങിയപ്പോൾ ഒരു വളരെ ഗൗരവത്തിൽ കർശനമായൊരു ശബ്ദം, തൊട്ടു പോകരുത്. തേങ്ങ അവിടെ ഇട്ടിട്ട് ഉപ്പാട്ടിയമ്മ നിവർന്നു നോക്കിയപ്പോൾ 10-12 വയസ്സുള്ള ഒരു ആൺകുട്ടി കണ്ട നല്ല ചുടിയും മിടുക്കൊക്കെ ഉണ്ട് കേട്ടോ. ഒരു കുടയും ചൂടിക്കൊണ്ട് വന്ന് നിന്നിട്ട് അദ്ദേഹമാണ്, അതായത് ശരിയായ ഉടമസ്ഥൻ്റെ പുത്രനാണ് അന്ന്, മകനാണ് അന്ന് തേങ്ങ ഇടിക്കാൻ വന്നേക്കണേ. ആ കുട്ടിയാണ് പറഞ്ഞത് ഉപ്പാട്ടിയമ്മോട് തൊട്ടു പോകരുതെന്ന്. അപ്പോഴത്തേക്കും പുറകെ ഉദയനനും കോമപ്പക്കുറുപ്പൊക്കെ ചെന്നു. അപ്പോൾ ഉപ്പാട്ടിയമ്മ എന്ന് വിചാരിച്ചു തൻ്റെ മക്കളുടെയൊക്കെ പ്രായമുള്ളൊരു കുട്ടി, അത് ചുമ്മാ തമാശ വല്ലതും പറഞ്ഞതാവും, അതിപ്പോൾ അത്ര കണക്കിലാക്കാനൊന്നുമില്ല എന്ന് കരുതിയിട്ട് വീണ്ടും തേങ്ങ 3-4 എണ്ണം ഒന്നിച്ച് കൂടിയിട്ടുള്ളൊരു കൊലയുണ്ടല്ലോ, ആ കൊല അങ്ങനെ അങ്ങോട്ട് എടുത്ത വഴിക്ക് ഈ കുട്ടി എന്ത് ചെയ്തു എന്നറിയാമോ? ഒരു തേങ്ങ മാറിയിട്ട് കിടക്കണ കൊലയുണ്ടല്ലോ, ആ കൊല എടുത്തിട്ട് ഒരൊറ്റ അടി അടിച്ചു ഉപ്പാട്ടിയമ്മ. അവരുടെ മുണ്ടിനും ബ്ലൗസിനും ഇട്ടൊക്കെയുള്ള ഈ സ്ഥലത്ത് വയറുമേ ആ തേങ്ങാക്കൊലയുടെ തണ്ട് കൊണ്ടിട്ട്, എന്തിനു പറയണു, അടി കൊണ്ട പാട് കാണാറായി, ചോര പൊട്ടിഞ്ഞു. അപ്പോൾ അയ്യോ ഇതെന്തായി കുട്ടി കാണിച്ചേ എന്നിങ്ങനെ തോന്നിയെന്ന് വെച്ചാലും പുറകോട്ട് തിരിഞ്ഞു നോക്കി.
തൻ്റെ മക്കളിതങ്ങാൻ കണ്ട ഇത് മതി പുകിലും പൊക്കാറും ആവാൻ എന്ന് കരുതി. അപ്പോഴത്തേക്ക് അവർ കുട്ടികൾ ഇങ്ങോട്ട് നടന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സാരമില്ല, ഞാൻ വേഗം 2 തേങ്ങ കൊണ്ട് അങ്ങോട്ട് പോവാം. ഈ കുട്ടി പറഞ്ഞപ്പോൾ അത്ര കണക്കാക്കല്ല വെച്ചിട്ട് വീണ്ടും എടുക്കാൻ ചെന്നപ്പോൾ ആ തേങ്ങ കയ്യിൽ നിന്ന് മേടിച്ചുകൊണ്ട് വളരെ വാശിയിൽ ഈ പ്രഭുകുമാരൻ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ വന്നു. എന്താ തേങ്ങ എടുക്കുന്നതിനൊരു തർക്കം എന്നുള്ളത് അന്വേഷിച്ച് കഴിഞ്ഞ വഴിക്ക് അങ്ങനെ നോക്കുമ്പോഴേക്കും കുട്ടികൾ കോമപ്പനും ഓതേനും നോക്കുമ്പോൾ എന്താ അമ്മയുടെ വയറുമ്മ ചോര പിടിഞ്ഞിടും. ഇതെന്താ മെയ് അടയാളം എന്ന് പറഞ്ഞു. അതൊന്നുമില്ല, അത് സാരമില്ല എന്ന് പറഞ്ഞു. സാരമില്ലേ, ചോര പിടിഞ്ഞിട്ടല്ലോ, അമ്മയ്ക്ക് വേദനയില്ലേ? അപ്പോഴേക്കും പണിക്ക് നിൽക്കുന്ന ആൾക്കാർ കണ്ടവരെന്തു പറഞ്ഞു, ആ പ്രഭുകുമാരൻ കൊച്ചയമാനൻ അമ്മ തേങ്ങാത്തണ്ട് കൊണ്ട് തല്ലിയതാണ്, തേങ്ങ എടുത്തപ്പോൾ എടുക്കണ്ടെന്ന് പറഞ്ഞു. ആ ഉപ്പാട്ടിയമ്മ പിന്നെ 2 തേങ്ങ എടുത്തു, അതിന് വേണ്ടിയിട്ട് തല്ലിയതാന്ന് പറഞ്ഞു. ഉടൻ തന്നെ കോമപ്പവർ അയ്യോ എന്ന് കരുതി മൂക്കത്ത് വിരൽ വെച്ച് പോയി കണ്ടു നിൽക്കണവരൊക്കെ. ഉദയനൻ അങ്ങനെയൊന്നല്ല തോന്നി. ഉദയനൻ വേഗം ചെന്ന് ആ കുട്ടിയെ പിടിച്ച് പ്രഭുകുമാരനെ അങ്ങോട്ട് പിടിച്ച് ഒരു മരത്തുമ്മ പിടിച്ച് കെട്ടിയിട്ട് കഴിഞ്ഞപ്പോഴേക്കും ആൾക്കാർ പെട്ടെന്ന് പോയി അച്ഛൻ്റെ അടുത്തേക്ക്, ആ കുട്ടിയുടെ പ്രഭുവിൻ്റെ അടുത്തേക്ക് പോയി. ദേ മകനെ തച്ചോളി മാണിക്കത്തോ ഉദയനൻ ഉപ്പാട്ടിയമ്മയെ തല്ലി കുട്ടി, അതുകൊണ്ട് ഇതേ പിടിച്ച് കെട്ടിയിട്ടേക്കണമെന്ന് പറഞ്ഞു. ആ അച്ഛൻ വേഗം വന്നു, കുട്ടിയുടെ അച്ഛനെ ഓടി വന്നു. എന്താ സംഭവിച്ചത്, എന്താ പറ്റിയത്? അപ്പോൾ പറഞ്ഞു, ഈ ഉദയനൻ പറഞ്ഞു, 2 തേങ്ങയ്ക്ക് വേണ്ടി എൻ്റെ അമ്മ നാണം കെടുത്തി. ഈ കണ്ട ആൾക്കാർ മുഴുവൻ നോക്കി നിൽക്കെ എൻ്റെ അമ്മ 2 തേങ്ങ എടുത്തതിന് ഇവൻ അമ്മയെ നാണം കെടുത്തി. തേങ്ങ കൊടുത്തില്ല, മാത്രമല്ല അതേ തേങ്ങാത്തണ്ട് വെച്ച് തല്ലിയേക്കണം. അങ്ങ് നോക്കൂ അങ്ങയുടെ മകൻ ചെയ്തത് എന്ന് പറഞ്ഞു. നോക്കിയപ്പോൾ ശരിയാണല്ലോ. അത് സാരമില്ല, തേങ്ങ ഞാൻ തരാം. അത് സാരമുണ്ട്, അവനങ്ങനെ സാരമില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. ഇവനെ കെട്ടഴിച്ചു വിടുമെന്ന് പറഞ്ഞു. അവനെ കെട്ടഴിച്ച് വിടാം, വിരോധമൊന്നുമില്ല. പക്ഷെ അവൻ അമ്മയുടെ അടുത്ത് ചെന്ന് മാപ്പ് പറയണം. അത് അവൻ തന്നെ ചെയ്യേണ്ട കാര്യമാണ്. മറ്റൊരു കാര്യം കൂടി വേണം, അല്ലാണ്ടൊന്നും തീരൂല. അതെന്താ അത്? ഇനി എന്ത് കാര്യമാണ്? തേങ്ങ 2 തന്നാൽ പോരാ? തേങ്ങ 2 ഒന്നും തന്നാൽ പോരാ. ഇന്നിവിടെ ഇതുവരെ പറിച്ചിട്ടുള്ള തേങ്ങ, അപ്പോഴേക്കും തേങ്ങ പറിയൊക്കെ നിർത്തിയ ആൾക്കാർ പണിക്കാരൊക്കെ വന്ന് ഇതെന്താ കഥ എന്ന് നോക്കി. ആ പറിച്ചിട്ടുള്ള മുഴുവൻ തേങ്ങ മാണിക്കോത്ത് കുടുംബത്തിൻ്റെ തേങ്ങാക്കൂട്ടിയെ കൊണ്ടുവിടണം. അതാണ് ശിക്ഷ. ഈ അങ്ങയുടെ മകൻ എൻ്റെ അമ്മയോട് വന്ന് മാപ്പ് പറയുകയും വേണം. അയ്യോ, അവൻ മാപ്പ് പറയുമോ? അവൻ മാപ്പ് പറയില്ലെങ്കിൽ അവിടെ നിൽക്കും, കെട്ടിയിട്ടാണ്. അങ്ങനെ പറഞ്ഞപ്പോഴേക്കും വഴിനടയായിട്ട് പോയിരുന്നവർ ഇങ്ങനെ ആൾക്കാരൊക്കെ ഓടിക്കൂടി ജനങ്ങൾ കൂടാൻ തുടങ്ങി. മാണിക്കോത്ത് പറമ്പിലേക്ക് പോകണമെന്ന്. അപ്പം മതിലൂർ ഗുരുക്കൾ ആ വഴിയെങ്ങാണ്ട് നടന്നു വരുമായിരുന്നു. അപ്പം ഗുരുക്കൾ ചോദിച്ചു, എന്താ അവിടെ എല്ലാവരും മാണിക്കോത്ത് പറമ്പിലേക്ക് ഓടിപ്പോണ്ടല്ലോ, എന്താ അവിടെ എന്താണെന്നറിയില്ല, എല്ലാവരും പോയി നോക്കാൻ പറഞ്ഞു. എന്നാൽ ഞാനും വരാം എന്ന് പറഞ്ഞ് ഗുരുക്കളും ചെന്നു. ഗുരുക്കളും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഗുരുക്കൾ ഉദയനോട് ചോദിച്ചു, എന്താ ഉദയന, എന്താ ഉണ്ടായ കാര്യം? ഉദയനൻ എല്ലാ കാര്യവും പറഞ്ഞു. എന്താ പറഞ്ഞെന്നോ, ഞങ്ങൾക്ക് മുറപ്രകാരം ഇവിടെ തേങ്ങ പറിക്കുമ്പോൾ മാണിക്കോത്ത് കുടുംബത്തിലേക്ക് തേങ്ങ തരാറുണ്ട്, ഇവിടുത്തെ തേങ്ങാക്കൂട്ടി കൊണ്ടിട്ട് തരാറുണ്ട്. ഇത്തവണ അങ്ങനെ കണ്ടില്ല, തേങ്ങാക്കൂട്ടിലേക്ക് തേങ്ങയൊന്നും വന്നില്ല. അപ്പോൾ അമ്മ അത് അന്വേഷിച്ച് തേങ്ങ എടുക്കാം എന്ന് കരുതി ഇവിടെ വന്നപ്പോൾ തേങ്ങ എടുക്കരുതെന്ന് പ്രഭുവിൻ്റെ മകൻ ഉത്തരവിട്ടു, കൽപ്പിച്ചു. എന്നാലും കുട്ടിയല്ലേ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഉപ്പാട്ടിയമ്മ പറഞ്ഞു, ഇനി വഴക്കും വയ്യാവേലി ഇല്ലാണ്ട് പോട്ടെ, വാശി പോട്ടെ ഓതേനെൻ്റെ എന്ന് കരുതിയിട്ട്. ഞാനത് കാര്യമാക്കിയില്ല ഗുരുക്കളെ, ഞാൻ പിന്നെയും ചെന്ന് തേങ്ങ എടുത്തു. അപ്പോഴാണ് തേങ്ങയുടെ തണ്ട് വച്ചിട്ട്, തേങ്ങാക്കൊലയുടെ തണ്ട് വച്ചിട്ട് ഇയാൾ എൻ്റെ അമ്മയെ തല്ലി. അമ്മയുടെ വയറ് നോക്കൂ, ചോര പൊടിഞ്ഞേക്കണു. ഈ കുട്ടിക്ക് എൻ്റെ അമ്മയെ തല്ലാൻ പറ്റും? എൻ്റെ അമ്മയെ തല്ലി, അതിന് ഞാൻ പകരം ചോദിക്കണ്ടേ? പകരം അവൻ അമ്മോട് വന്ന് മാപ്പ് പറയണം, അല്ലെങ്കിൽ അവനെ ഞാൻ തല്ലേണ്ടി വരും. അപ്പം എന്താ വേണ്ടേ? അപ്പോൾ ഗുരുക്കൾ പറഞ്ഞു, അതൊരു ശരിയാണല്ലോ, അവൻ്റെ അമ്മയുടെ പ്രായമുള്ള സ്ത്രീയല്ലേ ഉപ്പാട്ടിയമ്മ, തേങ്ങാത്തണ്ട് എടുത്തിട്ട് അങ്ങോട്ട് തല്ലി. തേങ്ങ എടുക്കരുതെന്ന് പറഞ്ഞു, അവർക്ക് മഴപ്രകാരം കൊടുക്കേണ്ടതല്ലേ. പ്രഭുവിനോട് പറഞ്ഞു, അങ്ങ് അറിയണില്ല, അങ്ങാണെങ്കിൽ കൊടുക്കാറില്ല. ഞാൻ കൊടുക്കാറുണ്ട്. എന്നാൽ മകൻ ചെയ്ത തെറ്റിന് ക്ഷമ പറയട്ടെ, അതിന് ന്യായം. ഉദയനൻ പറഞ്ഞത് ശരിയാ എന്ന് ഗുരുക്കളും പറഞ്ഞു.
ഒരു നിവർത്തിയില്ലാണ്ടായി. ആൾക്കാർ കൂടി നിൽക്കണവരെല്ലാവരും പറഞ്ഞു, സ്വന്തം അമ്മയുടെ പ്രായമുള്ള ഉപ്പാട്ടിയമ്മയെ ഈ കുട്ടി തല്ലി. കാണാനുണ്ട് അവരുടെ വയറുമ്മപ്പാട്. അതുകൊണ്ട് ആ കുട്ടി ഉപ്പാട്ടിയമ്മയോട് മാപ്പ് പറയണം. ഉദയനൻ പറഞ്ഞു, ഞാനല്ല മാപ്പ് തരേണ്ട ആൾ, അമ്മയാണ്. അതുകൊണ്ട് അമ്മയോട് തന്നെ പറയണം എന്ന് പറഞ്ഞ് വാശി പിടിച്ച് ആ പയ്യൻ, ആ കുട്ടി വന്ന് ഉപ്പാട്ടിയമ്മയോട് മാപ്പ് പറയുകയും ചെയ്തു. അന്ന് അതുവരെ പറിച്ച എല്ലാ തേങ്ങയും ഉദയനൻ്റെ ഭവനമായ മാണിക്യോത്ത് കുടുംബത്തിൻ്റെ തേങ്ങാക്കൂട്ടിൽ കൊണ്ടു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഈ ശിക്ഷയൊക്കെ കഴിഞ്ഞു. തേങ്ങാക്കൂട്ടിലേക്കും പോയി. ഉപ്പാട്ടിയമ്മയും മക്കളും നിൽക്കുകയാണ്. ആൾക്കാർ ഓരോരുത്തർ പിരിഞ്ഞു പോയി കഴിഞ്ഞപ്പോൾ മതിലൂർ ഗുരുക്കൾ എന്തു പറഞ്ഞു എന്നറിയാമോ? മുളയിൽ അറിയാൻ വിള. ഇവൻ പൊതുപ്പണം വാഴുന്നവരുടെ മോനാണ്. ഭാവിയിൽ നല്ലൊരു യോദ്ധാവും ധീരനും വീരനുമായി വരാനുള്ള എല്ലാ ലക്ഷണങ്ങളും തികഞ്ഞവനാണ് ഉദയനൻ എന്നാണ് ഗുരുക്കൾ പറഞ്ഞതിൻ്റെ കഥ. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ജീവിതകഥയിലും ഉദയനൻ്റെ ആ ധീര വീര ശൂര പരാക്രമങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇന്ന് രണ്ടാം ഭാഗം ഞാനിവിടെ നിർത്തുന്നു. ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. നന്ദി. ഈ കഥ കേൾക്കാത്തവരാണ് നമ്മുടെ കുട്ടികൾ. നമ്മുടെ ഇന്നത്തെ പല യുവതലമുറയും വടക്കൻ പാട്ടുകൾ വായിച്ചിട്ടുള്ളൊരു വളരെ അപൂർവമേ ഉണ്ടാകുള്ളൂ. ഈ കഥകൾ കേൾക്കൂ, എനിക്കതേ പറയാനുള്ളൂ. മറ്റുള്ളവരെ കേൾപ്പിക്കൂ. നിങ്ങൾ ലൈക്ക് ചെയ്യൂ, നിങ്ങൾ ഷെയർ ചെയ്യൂ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ. എല്ലാത്തിനും നന്ദി.